ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റ് ആണ്. എന്നാൽ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കഴുകിയെടുത്തതാണ്. ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയേക്കാം. ഇത് എണ്ണയിലേക്ക് കുറച്ച് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേ പാനിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അരച്ച് വെച്ച മുളക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാപ്സിക്കവും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 5 മിനിറ്റ് അടിച്ചു വെക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.